ദാണ്ട മക്കളെ, ഇതാണ് ചൗചൗ. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവനെ നമ്മുടെ വീട്ടിൽ അക്കോമഡേഷനുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പലരും പല രീതിയിലാണ് കറി വെക്കുന്നത്. അപ്പം നമ്മളിത് വെച്ചൊരു ചാറ് കറിയാണ്. ആ കണ്ട സാധനത്തിൻ്റെ അകം ക്ലീനാക്കി തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി ഒരല്പം സവാള അരിഞ്ഞ് പിന്നെ കുറച്ച് പരിപ്പ് എടുത്ത് അതൊന്ന് കഴുകി നമ്മുടെ കുക്കറിലേക്ക് നമ്മൾ മാറ്റി അതിനകത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ചേർത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം അത് നമ്മൾ അടുപ്പത്ത് വെച്ച് മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതേ അടുപ്പത്തിട്ട് നമ്മളൊന്ന് മൂടി വെച്ചത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇതൊന്ന് വെന്ത് വരുന്ന പരുവത്തിൽ നമുക്ക് കുറച്ച് പരിപാടികൾ കൂടിയുണ്ട്. അതകത്തിരുന്ന് വെന്തോളൂന്നേ, കുക്കർ അവിടെ ഇരിക്കട്ടെ. അതേ ഒരല്പം തേങ്ങയും ചിരണ്ടിയെടുത്തു. ആ തേങ്ങ ചിരണ്ടിയതിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം വെളുത്തുള്ളി, കുറച്ച് വേപ്പിലയും അല്പം പച്ചമുളകും അതുപോലെ തന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും നമ്മുടെ ഇച്ചിരി ജീരകമൊക്കെ ഇട്ട് അതിനൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം മക്കളെ. അപ്പോൾ ദാണ്ടതേ മിക്സിയിലേക്ക് കറക്കുന്നതിന് മുമ്പ് അതെല്ലാം കൂടി ആ മിക്സിയിലേക്ക് ഇട്ടു. ഇതേ മിക്സിയിൽ കറങ്ങി കിട്ടിയ അരപ്പുണ്ടല്ലോ, ഇത് ഈ കളറിൽ കെട്ടി അവയെ നമ്മൾ ആ നമ്മളുടെ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് കറക്കി പാകത്തിലാക്കി അതൊന്ന് അടുപ്പത്തിരിക്കുന്ന സമയത്ത് മക്കളെ കുറച്ച് സവാള അരിഞ്ഞ് ഒരല്പം വറ്റൽമുളകും ഒരല്പം വേപ്പിലേക്ക് റെഡിയാക്കി വെച്ചത് എണ്ണ ഒഴിച്ച ചട്ടിയിലേക്ക് ഇത് അല്പം കടുക് അങ്ങ് വാരിയിട്ട് ആ കടുക് വാരിയിട്ടതും പൊട്ടി വരുന്ന സമയത്ത് ദാണ്ട് കുറച്ച് അരിഞ്ഞു വെച്ച സവാളയും കൂടിയിട്ട് നമ്മളൊന്ന് വഴറ്റുന്ന സമയത്ത് ആ കൂട്ടത്തിൽ നമ്മുടെ വേപ്പിലയും കൂടി നമ്മൾ ഇടാൻ പോവാണ് കേട്ടോ. അതും കൂടി വീണ് കഴിഞ്ഞാൽ നമ്മളുടെ വറ്റൽമുളകും വീണ് കഴിഞ്ഞ് വേപ്പിലയും വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കറി താളിക്കുന്നുള്ള അംഗം റെഡിയായി കഴിഞ്ഞു എന്നുള്ളതാണ് സാരം. അപ്പോൾ നമ്മളുടെ കുക്കറിലിരുന്ന് തിളക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുത്ത് നല്ല പാകത്തിലാക്കി കഴിയുമ്പോഴത്തെ ആ കുക്കറിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സുഖമുണ്ട് മക്കളെ. അതിനി നമ്മളൊരു പാത്രത്തിലേക്കൊന്ന് വിളമ്പാൻ വേണ്ടി സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് മക്കളതേ. അപ്പോൾ ചൗ വെച്ചുള്ളൊരു ചാറ് കറി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒരു കമൻ്റ് ഇടുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത്. വീണ്ടും കാണാം. ഓക്കെ.